റീജിയണൽ ആസ്പിറേഷൻ എന്നുള്ള പാഠമാണ് നമ്മൾ എടുത്തുകൊണ്ടുള്ളത്. അതിൽ നെക്സ്റ്റ് ടോപ്പിക്കാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. ഇതിനു മുമ്പ് നമ്മൾ ജമ്മു കാശ്മീരിൻ്റെ ഇഷ്യൂ, പഞ്ചാബിൻ്റെ ഇഷ്യൂ, അതുപോലെ തന്നെ ദ്രവീഡിയൻ മൂവ്മെൻറ്റ്, ഈ 3 പ്രോബ്ലംസ് പറഞ്ഞിരുന്നു. അടുത്തത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇതിൽ പ്രധാനമായിട്ടും 7 സിസ്റ്റേഴ്സിനെയാണ് അവരെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പറയുന്നത്. ആ 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര ആൻഡ് സിക്കിം. ഈ 7 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡിലാണ് കിടക്കുന്നത്, നോർത്ത് ഈസ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബാംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം വരുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് ചെറിയൊരു കണക്ഷൻ, ഒരു ഗ്യാപ്പ് ആ സംസ്ഥാനങ്ങളുമായിട്ട് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയുടെ എല്ലാ ഗുണങ്ങളും, ഇന്ത്യയുടെ ആ ഒരു പ്രത്യേകതകളൊന്നും ഈ ഭാഗത്തിനില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രത്യേക ഒരു കൾച്ചർ, അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു സിസ്റ്റം തന്നെ അവിടെ ഫോം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റഡ് ആവണം, ഇല്ലെങ്കിൽ ഇന്ത്യ അവരെ വേണ്ട പോലെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ അവരുടെ ഇടയിലുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്നത് 7 സ്റ്റേറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നു. ആ 7 സ്റ്റേറ്റിനെയാണ് നമ്മൾ 7 സിസ്റ്റേഴ്സ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. അപ്പോൾ ഒരു 22 കിലോമീറ്ററോളം ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ പ്രദേശമാണ് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. അപ്പോൾ ഇതിൽ വെറും 22 കിലോമീറ്ററേ ഉള്ളൂ. മാത്രമല്ല ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആകെ ഇന്ത്യയുടെ ജനസംഖ്യയുടെ വെറും 4%, 4% മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ ഈ പ്രദേശം, ഈ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ പ്രദേശം പല രാജ്യങ്ങളായിട്ട് ബൗണ്ടറി പങ്കിടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചൈനയായിട്ട് ബോർഡർ കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മ്യാൻമാർ, ബാംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളായിട്ടൊക്കെ തന്നെ ഈ 7 സിസ്റ്റേഴ്സിന് അതിർത്തി പങ്കിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ആ രാജ്യത്തു നിന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളായാലും ഇല്ലെങ്കിൽ മൈഗ്രേഷനൊക്കെ ഈ പ്രദേശങ്ങളിലേക്ക് നടക്കുന്നുണ്ട്. പിന്നെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു കൾച്ചർ ഉണ്ട്. മാത്രമല്ല ട്രൈബൽ പീപ്പിളാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. മാത്രമല്ല വളരെ പ്രകൃതി എന്ന് പറയുന്ന അവിടുത്തേത് വലിയ കാടുകളും കുന്നുകളൊക്കെയാണ്. അപ്പോൾ അവിടെ ഔഷധ സസ്യങ്ങളും ഇങ്ങനെ ഒരു പ്രത്യേക ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ചൈന, മ്യാൻമാർ, ബാംഗ്ലാദേശുമായിട്ട് ബോർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ദ മേജർ പ്രോബ്ലംസ് ഓഫ് നോർത്ത് ഈസ്റ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഐസൊലേഷൻ ഓഫ് ദ റീജിയൻ. ഞാൻ പറഞ്ഞു ബാംഗ്ലാദേശ് എന്നുള്ള രാജ്യം ഇടയിൽ വരുന്നത് കൊണ്ട് അവർക്ക് ഇന്ത്യയുമായിട്ട് ഒരു വലിയ ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഐസൊലേഷൻ, ഒരു ഒറ്റപ്പെടൽ ആ പ്രദേശത്തിന് ഉണ്ട്. അതുപോലെ തന്നെ കോംപ്ലക്സ് സോഷ്യൽ ക്യാരക്ടർ, അതായത് ഈ 7 സിസ്റ്റേഴ്സിലെ ഓരോ സ്റ്റേറ്റിനും പ്രത്യേകം കൾച്ചറാണ്. ഇപ്പോൾ നമ്മൾ തന്നെ കേരളത്തിലെ കൾച്ചറല്ല തമിഴ്നാട്ടിൽ. അപ്പോൾ അതുപോലെ ഇവരുടെ ഇടയിലും ട്രൈബൽ ഗ്രൂപ്പുകളുടെ ഇടയിൽ ഈ സൊസൈറ്റി, അവരുടെ സോഷ്യൽ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ വ്യത്യാസമാണ്. അതുപോലെ തന്നെ കോംപ്ലക്സ് ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വാസ്റ്റ് ഇന്റർനാഷണൽ ബോർഡർ എന്ന് വെച്ചാൽ 3 രാജ്യങ്ങളായിട്ട് ഈ പ്രദേശം എന്ത് ചെയ്യുന്നുണ്ട്, അതിർത്തി പങ്കിടുന്നുണ്ട്, ടെറിട്ടറി കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഭീഷണിയാണ് അല്ലേ. നമുക്ക് പറയാം ജമ്മു കാശ്മീരിൻ്റെ പ്രശ്നം പറയുമ്പോൾ നമ്മളവിടെ പാകിസ്ഥാൻ്റെ ഒരു ചെറിയൊരു പ്രദേശമാണുള്ളെങ്കിലും അത് എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കും നമ്മൾ പറഞ്ഞു. അതുപോലെ ഇവിടെയും പല രാജ്യങ്ങളായിട്ട് അതിർത്തി പങ്കിടുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നം അവർ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീക്ക് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ. മറ്റ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, നമ്മുടെ ഭരണത്തിലായാലും ഒക്കെ തന്നെ, അതുപോലെ ഇവർക്ക് നടത്താനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റോ ഇല്ലെങ്കിൽ ഒക്കെ ശ്രദ്ധയിൽ വരുത്താൻ തന്നെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ ആ ഭാഗത്തിന് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലക്സ് ഓഫ് മൈഗ്രൻസ്, ഒരുപാട് മൈഗ്രേഷൻ ഈ പ്രദേശങ്ങളിലേക്ക് വരുന്നുണ്ട്. നമുക്കറിയാം 7 സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ വെറും ഒരു 22 കിലോമീറ്ററുള്ള ഒരു സ്ഥലമാണ്. അവിടത്തേക്ക് ഈ ചൈനയിലെയും ബാംഗ്ലാദേശിലെയും മ്യാൻമാറിലെയൊക്കെ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കുടിയേറി പാർക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ബാംഗ്ലാദേശിൽ പലതരത്തിലുള്ള ക്ഷാമവും പ്രശ്നമൊക്കെ വരുമ്പോൾ അവിടുന്ന് ഒരുപാട് നമ്മൾ റോഹിംഗ്യൻസ് എന്ന് പറയുന്ന വിഭാഗങ്ങളൊക്കെ ഈ പ്രദേശത്തേക്കാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ബയോഡൈവേഴ്സിറ്റി, അവിടെ ഡൈവേഴ്സിറ്റി, അവരുടെ കൾച്ചറൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ ഇങ്ങനെ മൈഗ്രേഷൻ വരുമ്പോൾ അവിടുത്തെ ആളുകളുടെ സ്വൈര ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതാണ് ഈ ഇൻഫ്ലക്സ് ഓഫ് മൈഗ്രൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ
ഇവരുടെ മേജർ ഇഷ്യൂസ് പ്രധാനമായിട്ട് ഇത്രയാണ് അവരുടെ പ്രശ്നങ്ങൾ. അതിൽ നമുക്കൊരു പൊളിറ്റിക്കൽ സെൻസിൽ എടുക്കുകയാണെങ്കിൽ അവരുടെ പ്രധാന പ്രശ്നമായിട്ട് വരുന്നത് ഒന്ന് ഡിമാൻഡ്സ് ഫോർ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയംഭരണം. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കാം എന്നുള്ള രീതിയിലുള്ള ഒരാവശ്യം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. ഡിമാൻഡ്സ് ഫോർ ഓട്ടോണമി. അതുപോലെ തന്നെ സെഷനിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഘടനവാദം. അതായത് ഞങ്ങളുടെ സെപ്പറേറ്റ് ആക്കുക. ആദ്യം പറഞ്ഞ പോലെ സ്വയംഭരണം പോലെയല്ല, ഇത് കുറച്ചും കൂടി ഒരു സ്ഥലത്തെ തന്നെ ഡിവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ഇതാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് മൂവ്മെന്റ് എഗെയിൻസ്റ്റ് ഔട്ട്സൈഡേഴ്സ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തുനിന്ന് മാത്രമല്ല, ഈ പുറത്തുള്ള രാജ്യങ്ങളുടെയും ഭീഷണി ഇവർക്കുണ്ട്. അവരുടെ നിന്നും ഇവർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇത്തരത്തിൽ 3 പ്രശ്നങ്ങളാണ് ഈ ഒരു പ്രദേശം നേരിടുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ആദ്യം ഡിമാൻഡ്സ് ഫോർ ഓട്ടോണമി എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ഡിമാൻഡ്സ് ഓഫ് ഓട്ടോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ ശേഷം എന്താണ് കംപ്ലീറ്റ് റീജിയൻ മണിപ്പൂരും ത്രിപുരയും ഒഴികെയുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങളെയും സ്റ്റേറ്റ് ഓഫ് ആസാം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം മണിപ്പൂരും ത്രിപുരയും ഒഴികെ ബാക്കിയുള്ള പ്രദേശങ്ങളൊക്കെ സ്റ്റേറ്റ് ഓഫ് ആസാം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ നോൺ ആസാമീസ്, ഇപ്പം മണിപ്പൂരിലെയും ത്രിപുരയിലെ ആൾക്കാർക്ക് ഒന്നും കൂടെ പറഞ്ഞുതരാം. മണിപ്പൂരും ത്രിപുരയും ഒഴികെയുള്ള സംസ്ഥാനങ്ങളെ, ഈ 7 സിസ്റ്റേഴ്സിലെ 2 ഒഴികെ ബാക്കി 5 സ്റ്റേറ്റ് ഓഫ് ആസാം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവരുടെ ഭാഷ എന്തായിരിക്കും? ആസാമീസ് ആയിരിക്കും അവിടെ കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ മണിപ്പൂരിലെയും ത്രിപുരയിലെയും ജനങ്ങൾക്ക് എന്ത് തോന്നാൻ തുടങ്ങി? ഞങ്ങളെ എന്തോ അടിച്ചമർത്തുകയാണെന്നുള്ള ഒരു തോന്നൽ ഇവരുടെ ഇടയിൽ വന്നു. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾക്കാർ സംസാരിക്കുന്ന ആസാമീസാണ്. അപ്പോൾ ഈ നോൺ ആസാമീസിന്റെ മുകളിൽ ഇവരൊരു ഒരു കൺട്രോൾ വരുത്തും. ഈ ആസാമീസ് ലാംഗ്വേജ് ഞങ്ങളും പഠിക്കണമെന്ന് ആവശ്യപ്പെടുമെന്ന് ഇവർ കരുതി. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും തന്നെ ഞങ്ങൾക്ക് സ്വയംഭരണം വേണം, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാമെന്ന് നോൺ ആസാമീസ് ആവശ്യപ്പെടാനായിട്ട് തുടങ്ങി. ഇതാണ് ഒന്നാമത്തെ. എന്താണ് ഈ ഓട്ടോണമിക് റീസൺ എന്ന് ചോദിച്ചാൽ ഇതാണ്. രണ്ടാമത്തത് സെഷനിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവർക്കായിട്ട് ഒരു രാജ്യം വേണമെന്ന് ആവശ്യപ്പെടും. അതാണ് സെഷനിസ്റ്റ് മൂവ്മെന്റ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ മുഹമ്മദ് അലി ജിന്ന ഉൾപ്പെടെയുള്ള വിഭാഗം മുസ്ലിമുകൾക്ക് രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. അതുപോലെ ഇവരുടെ ഇടയിലും ഞങ്ങൾക്കൊരു പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ, ഇടയിൽ ബംഗ്ലാദേശ് വരുന്നതുകൊണ്ട് തന്നെ ഇന്ത്യ ആയിട്ട് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് പ്രത്യേകം ഒരു രാജ്യം വേണമെന്നുള്ള ആവശ്യം അവരുടെ ഇടയിൽ ഉയർന്നു. പക്ഷേ അത് സാധ്യമാണോ? കാരണം കുഞ്ഞു കുഞ്ഞു സംസ്ഥാനങ്ങളാണ്, ആകെ 22 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം ഇങ്ങനൊരു സംസ്ഥാനം രൂപീകരിക്കുന്നത് പോസിബിൾ ആണോ എന്നുള്ളത് ഒരു പ്രശ്നം കൂടി ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് മിസോറാമിൻ്റെ കാര്യം, സെഷനിസ്റ്റ് മൂവ്മെൻറ്റിൽ ഒന്നാണ് മിസോറാമിലെ പ്രശ്നം എന്ന് പറയുന്നത്, അവിടെ സെഷനിസ്റ്റ് മൂവ്മെന്റ് എന്തിനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മീസോ ഹിൽസ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തായിരുന്നു ഈ പ്രശ്നം ആദ്യമായിട്ട് വരുന്നത്. മിസോറാമിലെ മീസോ ഹിൽസ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം മീസോ ഹിൽസിൽ അവിടെ ആസാമിന് ഒരു ഓട്ടോണമസ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്വയംഭരണം വേണമെന്ന് ആവശ്യപ്പെടുന്ന വിഭാഗം ഉണ്ടായിരുന്നു മീസോ ഹിൽസിൽ. അപ്പോൾ some Misos believe that they were never be a part of British India, therefore did not belong to Indian Union, so they want to secede from India. അതായത് ഈ മീസോ ഹിൽസ് ഇല്ലെങ്കിൽ മിസോറാമിലെ ജനങ്ങൾക്ക് ഒരു തോന്നലുണ്ടായിരുന്നു, ഞങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം നിൽക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് സെപ്പറേറ്റ് രാജ്യം വേണം എന്ന് ആ വിഭാഗം അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ആവശ്യം അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു പോവാൻ അവർ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. മിസോറാമിലെ കുറച്ച് വിഭാഗം ജനങ്ങൾ ഇന്ത്യയുമായിട്ട് ബന്ധം വേണ്ട എന്ന് പറഞ്ഞു. കാരണം എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യ ആയിട്ട് ഞങ്ങൾ അവരുടെ ഭാഗമല്ല എന്ന് അവർ വിശ്വസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് 2 റീസൺസ് ആണുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സെഷനിസ്റ്റ് മൂവ്മെന്റ് സ്ട്രോങ് ആവുന്നത്? മിസോറാം ജനങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം സ്ട്രോങ് ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് 1959 ഒരു ക്ഷാമം ഉണ്ടായി. മീസോ ഹിൽസിൽ ക്ഷാമം അനുഭവപ്പെട്ടു. പക്ഷേ ആ സമയത്ത് ആസാം ഗവൺമെന്റിന് വലുതായിട്ട് ഈ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല. ആസാം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നു, മണിപ്പൂരും ത്രിപുരയും ഒഴികെയുള്ള ബാക്കി സംസ്ഥാനങ്ങളെ
സ്റ്റേറ്റ് ഓഫ് ആസാം എന്നാണ് അറിഞ്ഞിരുന്നത്. അപ്പോൾ അവിടുത്തെ ഗവൺമെന്റിന് ഇവരെ നന്നായിട്ട് ആ ക്ഷാമകാലത്ത് സഹായിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് പോകണം എന്നുള്ള ആവശ്യം അവർ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാനായിട്ട് അത് റീസൺ ആയിട്ട് മാറി. രണ്ടാമത്തെ ആവശ്യം 1961 ആസാം ഗവൺമെന്റ് മെയ്ഡ് അസാമീസ് ആസ് ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദി സ്റ്റേറ്റ്. 1961 ഈ ആസാം ഗവൺമെന്റ് എന്ത് ചെയ്തു, ആസാമീസ് ഭാഷയാണ് ഒഫീഷ്യൽ ലാംഗ്വേജ്, ആ പ്രദേശത്തിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് എന്ത് ചെയ്തു, അവര് അനൗൺസ് ചെയ്തു. അത് പല വിഭാഗങ്ങൾക്കും ഇഷ്ടമായില്ല. അപ്പോൾ ഞങ്ങൾ ആസാമീസ് അല്ല സംസാരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ആസാമിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് അവിടെയുള്ള ആൾക്കാർക്ക് ചിന്തിക്കാനും തുടങ്ങി. അപ്പോൾ ഇത് 2 റീസൺ കൊണ്ടാണ് ഈ സെഷനിസ്റ്റ് മൂവ്മെന്റ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ആളുകളുടെ ഇടയിലേക്ക് വരുന്നത്. സോ ദ മീസോസ് ആങ്കർ ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് മീസോ നാഷണൽ ഫ്രണ്ട് MNF അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ലാൽ ദെങ്ക. അപ്പോൾ ലാൽ ദെങ്ക എന്ന് പറയുന്ന ഒരു ലീഡർ മിസോറാമിലുണ്ടായിരുന്നു. അദ്ദേഹം ലീഡറായിട്ടുള്ള ഒരു പാർട്ടി അവിടെ ഫോം ചെയ്യാണ് ഈ ആസാമീസ് ഗവൺമെന്റിന് എതിരായിട്ട്. ആ പാർട്ടിയുടെ പേരാണ് മീസോ നാഷണൽ ഫ്രണ്ട് MNF. ഇതിന്റെ ലീഡർ എന്ന് പറയുന്നത് ലാൽ ദെങ്ക. മിസോറാമികൾക്കുണ്ടായ ദേഷ്യത്തിന്റെ ഫലമായിട്ട് ആസാം ഗവൺമെന്റിനെതിരെ ഉണ്ടായ പാർട്ടിയാണ് നാഷണൽ ഫ്രണ്ട്, മീസോ നാഷണൽ ഫ്രണ്ട്. അതിന്റെ ലീഡറാണ് ലാൽ ദെങ്ക. ഓക്കെ, അപ്പോൾ ലാൽ ദെങ്ക എന്ത് ചെയ്തു, ആയുധം എടുത്ത് തന്നെ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, മിസോറാമിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഈ ആസാം സ്റ്റേറ്റ് ഓഫ് ആസാം ഉണ്ടല്ലോ, അതിൽ നിന്ന് സെപ്പറേറ്റ് ആവണമെന്ന് ആഗ്രഹിച്ച് ഇവര് എന്ത് ചെയ്തു, ഒരു ക്യാമ്പയിൻ തന്നെ നടത്തി. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ള ആവശ്യത്തിൽ വിഘടനവാദ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിന്റെ ഭാഗമായിട്ട് അവർ ഗറില്ല യുദ്ധം എന്ന് പറഞ്ഞാൽ ഒളിപ്പോര് പോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി തുടങ്ങി. ഇന്ത്യയിൽ തന്നെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ, മിസോറാമിൽ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ ഗവൺമെന്റ് ഇവർക്ക് വളരെയധികം സപ്പോർട്ടും കൂടി ചെയ്തു. അതായത് മിസോറാം സ്വതന്ത്രം ആയിക്കോട്ടെ, അതിനുവേണ്ടി ഈ യുദ്ധത്തിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും പാകിസ്ഥാനും ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സും ഇന്ത്യയിലെ ആർമി, അതുപോലെ തന്നെ ആസാം റൈഫിൾസ് തുടങ്ങിയ എല്ലാ മേഖലയിലുള്ള ആർമി ഉദ്യോഗസ്ഥര്, നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സസും ഈ ഗറില്ല വാറിന്റെ ഭാഗമായിട്ട് ഈ മിസോ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ആ ഗറില്ല വാറിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ ഇതാണ്, ഒന്നും കൂടെ പറയാം, MNF എന്നുള്ള പാർട്ടി രൂപീകരിച്ചു. അവര് മിസോറാമിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, മിസോറാമിനെ ഇന്ത്യയിൽ നിന്ന് മാറി സെപ്പറേറ്റ് ഒരു കൺട്രി ആക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. ആയുധം എടുത്ത് അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ഗറില്ല യുദ്ധങ്ങൾ നടത്തി. അതിന് പാകിസ്ഥാൻ ഗവൺമെന്റ് സപ്പോർട്ട് ലഭിച്ചു. ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സ് അവരെ എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനും തുടങ്ങി. ഓക്കെ, ഇതാണ് സംഭവം. അങ്ങനെ 1986 രാജീവ് ഗാന്ധി ആയിരുന്നു ആ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ MNFന്റെ ലീഡർ ആയിട്ടുള്ള ലാൽ ദെങ്ക ആയിട്ട് അദ്ദേഹം ഒരു കരാർ ഒപ്പിടുന്നുണ്ട്. അതിന്റെ പേരാണ് രാജീവ് ഗാന്ധി ലാൽ ദെങ്ക അക്കോർഡ് 1986. ഈ യുദ്ധങ്ങൾ എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം, അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കരാറിലൂടെ മിസോറാമിന് ഫുൾ ഫ്ലെഡ്ജ്ഡ് സ്റ്റേറ്റ്ഹുഡ്, അതായത് മിസോറാം ഒരു സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ മുമ്പ് ഈ 5 പേരും കൂടിയിട്ടുള്ള ഒരു സംസ്ഥാനമായിരുന്നു ആസാം എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. അതിലിപ്പോൾ മിസോറാം മാത്രമായിട്ട് രാജീവ് ഗാന്ധി ലാൽ ദെങ്ക അക്കോർഡ് വഴി ഫോം ചെയ്തു. മിസോറാം വാസ് ഗ്രാൻഡഡ് ഫുൾ ഫ്ലെഡ്ജ്ഡ് സ്റ്റേറ്റ്ഹുഡ്. അതുപോലെ തന്നെ MNF എന്ത് ചെയ്തു, ഗേവ് അപ്പ് ദ സെഷനിസ്റ്റ് മൂവ്മെന്റ്. അതോടുകൂടി ഈ MNF, മിസോ നാഷണൽ ഫ്രണ്ട് എന്നുള്ള പാർട്ടി ഈ ഒരു മൂവ്മെന്റ് വേണ്ടാന്ന് വെച്ചു. ഓക്കെ, മൂവ്മെന്റ് നിർത്തി. അതോടുകൂടിയിട്ട് മിസോറാമിന്റെ ആദ്യത്തെ ചീഫ് മിനിസ്റ്ററായിട്ട് ലാൽ ദെങ്ക അവരോധിക്കപ്പെട്ടു. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്തു രാജീവ് ഗാന്ധി ലാൽ ദെങ്ക അക്കോർഡ് വഴി. അങ്ങനെ മിസോറാം പുതിയൊരു സംസ്ഥാനമായിട്ട് മാറി. അതിന്റെ ആദ്യത്തെ CM ആയിട്ട് ഈ പാർട്ടിയുടെ ലീഡറായിട്ടുള്ള ലാൽ ദെങ്ക വന്നു. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും സമാധാനമുള്ള ഒരു സംസ്ഥാനമാണ് മിസോറാം എന്ന് പറയുന്നത്. മാത്രമല്ല അവിടെ ഈ വിദ്യാഭ്യാസ റേറ്റ്, ലിറ്ററസി റേറ്റ് വളരെ ഹൈ ആണെന്നും അറിയുക. ഇതുപോലെ അടുത്തൊരു സ്പേസ് ആണ് നാഗാലാൻഡ്. നാഗാലാൻഡിൽ 1951 ദ സെഷൻ ഓഫ് നാഗാസ് അണ്ടർ ലീഡർഷിപ്പ് ഓഫ് അങ്കാമി സാഫു ഫിസോ ഡിക്ലെയർഡ് ഇൻഡിപെൻഡൻസ് ഫ്രം ഇന്ത്യ. അപ്പം നാഗാലാൻഡിലും ഇത്തരത്തിൽ മിസോറാമിനെ പോലെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അതിന്റെ ലീഡർ എന്ന് പറയുന്നത്
അങ്കാമി സാഫു ഫിസോ എന്ന് പറയുന്ന വ്യക്തിയാണ്. 1951 ഈ കാര്യം നടക്കുന്നത്. എന്ത് ചെയ്തു? അപ്പോൾ ഒരുപാട് കരാറുകളും ചർച്ചകളും ഒക്കെ ഈ അങ്കാമി സാഫുവും രാജീവ് ഗാന്ധി ഗവൺമെന്റും ഒക്കെ തമ്മിൽ നടത്തുന്നുണ്ട്. പക്ഷെ എല്ലാത്തിൽ നിന്നും ഫിസോ എന്ത് ചെയ്തു? ഗവൺമെന്റ് നടത്തിയ സമാധാന ചർച്ചകളും അവരുമായിട്ടുള്ള പ്രോമിസുകളെല്ലാം ഇവര് റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഞങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല, നാഗാലാൻഡ് സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. സോ ദേ ബിഗാൻ ആൻ ആംഡ് സ്ട്രഗിൾ ഫോർ ഗെറ്റിംഗ് സോവോജിനിറ്റി ഓഫ് നാഗാസ്. അപ്പം നാഗാലാൻഡ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മിസോറാംകാർ ചെയ്ത പോലെ തന്നെ ആയുധമെടുത്തിട്ട് ഇവരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഒരു വലിയൊരു പീരീഡ് തന്നെ ഇങ്ങനെ വയലന്റ് സ്ട്രഗിള് ആ സംസ്ഥാനത്ത് നടന്നു. അവസാനം എന്ത് ചെയ്തു? ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്യേണ്ടതായിട്ട് ഇവർക്ക് വന്നു. ഇന്ത്യൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും നാഗാലാൻഡും തമ്മിൽ ഒരു കരാർ തന്നെ സൈൻ ചെയ്യേണ്ടി വന്നു. അതിന്റെ ഭാഗമായിട്ട് നാഗാലാൻഡ് ഇന്ത്യൻ യൂണിയനിൽ തന്നെ ഒരു പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്തു. ഓക്കെ, ദസ് ഇൻ 1963 ദ സ്റ്റേറ്റ് ഓഫ് നാഗാലാൻഡ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അങ്ങനെ 1963 നാഗാലാൻഡ് എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇതിനെ റിബൽ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരിതൊന്നും ഒരിക്കലും തന്നെ ആക്സെപ്റ്റ് ചെയ്തില്ല. മാത്രമല്ല, ദേ കണ്ടിന്യൂഡ് ദ ടെററിസ്റ്റ് അറ്റാക്ക് ആൻഡ് ഗറില്ല വാർഫെയർ എഗെയിൻസ്റ്റ് ദ ഗവൺമെന്റ്. അപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവ് ആയി, നാഗാലാൻഡ് പുതിയ സംസ്ഥാനമായി. പക്ഷെ അവിടെ പിന്നെയും വിപ്ലവകാരികൾ ഉണ്ടായിരുന്നു. അവർ പിന്നീടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കെതിരെയും അവിടുത്തെ ഗവൺമെന്റിനെതിരെ എപ്പോഴും ടെററിസ്റ്റ് അറ്റാക്കും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോഴും നാഗാലാൻഡിലെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയി എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഓക്കെ, അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, മൂന്നാമത്തത് മൂവ്മെന്റ് എഗെയിൻസ്റ്റ് ഔട്ട്സൈഡേഴ്സ്. അതായത് ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള ബാംഗ്ലാദേശ്, ചൈന, മ്യാൻമാർ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഈ 7 സിസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതെന്താ നമുക്ക് നോക്കാം. ദ ലോക്കൽ കമ്മ്യൂണിറ്റി സ്റ്റാർട്ടഡ് എജിറ്റേഷൻ എഗെയിൻസ്റ്റ് ദ ഔട്ട്സൈഡേഴ്സ് ആൻഡ് മൈഗ്രൻസ്. അതായത് ഈ പ്രദേശങ്ങളിലേക്ക് വരുന്ന പുറത്തുനിന്നുള്ള ആൾക്കാരെ ഇവർ വളരെയധികം എന്ത് ചെയ്തു? പ്രശ്നം ഉണ്ടാക്കി. ഞങ്ങളുടെ ഇടയിലേക്ക് ആരും വരണ്ട, ഞങ്ങൾ മാത്രം മതിയെന്ന് ഈ 7 സിസ്റ്റേഴ്സ് തീരുമാനിക്കുകയും അവരിങ്ങനെ വരുന്ന ആൾക്കാരെ ഉപദ്രവിക്കാനും അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. ഫൈറ്റ് ചെയ്യാൻ മീൻസ് ആശയപരമായിട്ടുള്ള യുദ്ധം നടത്താനും തുടങ്ങി. ഓക്കെ, so the migration of foreigners and non-Assamese into Assam gradually began to create unrest in the states. അപ്പോൾ ഇങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ കുടിയേറി വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടേ വന്നു. അപ്പോൾ ഇതെന്ത് ചെയ്തു? ഈ പറയുന്ന 7 സിസ്റ്റേഴ്സ്, ആസാമുകാരല്ലാത്ത ആൾക്കാർ ആസാം പ്രദേശത്തേക്ക് വരുന്നത് അവിടെ എപ്പോഴും കലഹങ്ങൾക്ക് കാരണമായിട്ട് മാറി. Okay, so the Assamese feared they might come a minority within their own state. They might be forced to surrender their language and culture to others. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് വെറും 4% ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ 4% ഇവരുടെ ഇടയിലേക്ക് ഒരുപാട് പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവരുടെ 4% കുറഞ്ഞു 1% എത്താൻ കാരണം. അപ്പോൾ ഇവർക്ക് ഇവരുടെ കൾച്ചർ നഷ്ടപ്പെടും, ഇവരുടെ ഭാഷ നഷ്ടപ്പെടും, അവരുടെ നാട്ടിൽ തന്നെ അവർ മൈനോറിറ്റി ആയിട്ട് മാറും എന്നുള്ള ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടായി. ഓക്കെ, അതുമാത്രമല്ല അവർക്ക് അവരുടെ നാട്ടിലുള്ള കൺട്രോൾ നഷ്ടപ്പെടും, അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള അവർക്കുള്ള എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെടുമെന്ന് അവർ ഭയപ്പെട്ടു. സോ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കെതിരെ എന്ത് ചെയ്തു? പല മൂവ്മെന്റുകളും സംഘടിപ്പിച്ചു. അങ്ങനെ 1979 ആന്റി ഫോറിൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ആസാമിലെ സ്റ്റുഡൻസ് ഒരു യൂണിയൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. അവര് മൂവ്മെന്റ് നടത്താനായിട്ട് തുടങ്ങി. ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്ന AASU ആസു. ഓക്കെ, ആസുവിൻ്റെ നേതൃത്വത്തിൽ 1979 ആന്റി ഫോറിൻ മൂവ്മെന്റ് ഇത്തരത്തിലുള്ള മൈഗ്രേഷനെതിരെ അവർ നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട എന്തിനൊക്കെയായിരുന്നു ഇവരുടെ പ്രക്ഷോഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലീഗൽ മൈഗ്രേഷൻ, അതുപോലെ തന്നെ ഡോമിനേഷൻ ഓഫ് ഔട്ട്സൈഡേഴ്സ്, അനധികൃതമായിട്ട് അവരുടെ നാട്ടിലേക്ക് കുടിയേറി പാർക്കുന്നതിനെതിരെ, അതുപോലെ തന്നെ ഇവരെ ഭരിക്കാൻ വരുന്നതിനെതിരെ, ഇവരുടെ മേലിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനെതിരെ, അതുപോലെ തന്നെ ഫോൾട്ടി വോട്ടേഴ്സ് രജിസ്റ്റേഴ്സ്, അതായത് എലക്ഷൻ സമയത്ത് വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കും അല്ലേ, അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള ഇല്ലീഗൽ മൈഗ്രൻസിന്റെ പേരും വരും. അപ്പോൾ അവർക്ക് കൂടുതൽ
സപ്പോർട്ടുള്ള ഏരിയയിൽ അവരുടെ സ്ഥാനാർത്ഥി നിർത്തി ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ടൊക്കെ മാറും. അങ്ങനെ തെറ്റായ രീതിയിലുള്ള എലക്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കുന്നതിനെതിരെയും ഇവർ മൂവ്മെന്റ് നടത്തി. ഇത് 3 കാര്യത്തിനായിരുന്നു 1979 ഇവർ ആന്റി ഫോറിൻ മൂവ്മെന്റ് നടത്തിയത്. അപ്പോൾ they demanded that outsiders entered after 1951 should be sent back. അപ്പോൾ 1951 മുൻപ് അതിന് ശേഷം വന്ന എല്ലാ ഈ പ്രദേശത്ത് വന്ന കുടിയേറി പാർത്ത എല്ലാ ആൾക്കാരെയും അവിടുന്ന് തിരിച്ചയക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. 1951 ശേഷം വന്നവരെ അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അങ്ങനെ 1985 രാജീവ് ഗാന്ധി എന്ത് ചെയ്തു? പീസ് അക്കോർഡ് എന്ന് പറയുന്ന ഒരു കരാറ് ഈ ആസു എന്ന് പറയുന്ന ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയനുമായിട്ട് കരാറ് സൈൻ ചെയ്തു. 1979 ഇവർ ആന്റി ഫോറിൻ മൂവ്മെന്റ് നടത്തുന്നത്. 1985 രാജീവ് ഗാന്ധി പീസ് അക്കോർഡ് ഈ ഒരു പ്രദേശമായിട്ട് സൈൻ ചെയ്തു, ഇവിടുത്തെ സ്റ്റുഡൻസ് യൂണിയനുമായിട്ട് സൈൻ ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? അതിനു മുമ്പ് വന്ന 1971 ബാംഗ്ലാദേശ് വാറിന്റെ സമയത്ത് വന്ന എല്ലാ മൈഗ്രൻസിനെയും തിരിച്ച് അവരുടെ പ്രദേശത്തേക്ക് തന്നെ അയച്ചു. ഓക്കെ, ബാംഗ്ലാദേശിൽ യുദ്ധം നടക്കുമ്പോൾ അവിടുന്ന് ഭയപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇത്തരം പ്രദേശങ്ങളിലേക്ക് വന്നിരുന്നു. അവരെയൊക്കെ തിരിച്ചയക്കാനായിട്ട് ഈ ഒരു കരാർ കാരണമായി. അതിന് സെൻട്രൽ ഗവൺമെന്റ് കംപ്ലീറ്റ് സപ്പോർട്ടും നൽകിയെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും മൂവ്മെന്റ്സ് ആണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ലിബറേഷൻ ഓഫ് ഗോവ എന്ന് പറയുന്ന ഒരു ഭാഗവും കൂടിയുണ്ട്, ഗോവയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും പോർച്ചുഗീസ് ഗവൺമെന്റ് ഈ ഗോവ എന്ന് പറയുന്ന പ്രദേശത്ത് ഉണ്ടായിരുന്നു. അവരൊരിക്കലും അവിടെ നിന്നും പോയിരുന്നില്ല. നെഹ്റു ഗവൺമെന്റ് വാസ് കണ്ടിന്യൂസ്ലി റിക്വസ്റ്റിംഗ് ദ പോർച്ചുഗീസ് ഗവൺമെന്റ് ടു ഗിവ് ബാക്ക് ഗോവ. അപ്പോൾ നെഹ്റു ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഈ പോർച്ചുഗീസുകാരോട് ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ ഗോവയെ വിട്ടു പോകണമെന്ന് ആവശ്യപ്പെടുകയും കണ്ടിന്യൂസ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ അവരത് ഒരിക്കലും ചെവി കൊണ്ടില്ല. മാത്രമല്ല അവർ ഒരുപാട് കാലം അവിടെ ഉണ്ടാവുകയും ചെയ്തു. 1948 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. പക്ഷേ 1961 ഗോവയുടെയും ദാം ആൻഡ് ഡ്യൂവിൻ്റെയും സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോഴാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്ന് പോയത്. അപ്പോൾ ഇന്ത്യൻ ആർമി ഈ ഒരു ഗോവയുടെ ലിബറേഷന് വേണ്ടിയിട്ട് ഒരുപാട് ആർമി ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഓപ്പറേഷൻ വിജയ്. 1 മാർക്കിന് ചോദിക്കാം. ഗോവ ലിബറേഷന് വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമി നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ വിജയ്. ഇതിനു മുമ്പ് നമ്മൾ ഓപ്പറേഷൻ പോളോ, ഓപ്പറേഷൻ ശക്തി എന്ന് പറഞ്ഞിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, അത് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പം 1987 ഗോവ ബിക്കം എ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. അങ്ങനെ 1987 ഗോവ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പാഠങ്ങളിൽ നിന്ന് മൊത്തമായിട്ട് കിട്ടുന്ന നോളജ് എന്താണ്, നമ്മൾ ഈ ഒരു റീജിയണൽ ആസ്പിറേഷൻ എന്നുള്ള പാഠം പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ റീജിയണൽ ആസ്പിറേഷൻ ആർ പാർട്ട് ഓഫ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ്. അപ്പോൾ ഇങ്ങനെ പ്രാദേശികവാദം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ഡെമോക്രസി ആയിട്ട് വളരെയധികം ബന്ധമുള്ളൊരു കാര്യമാണ്. കാരണം ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അഭിപ്രായങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള ഗവൺമെന്റ് എന്നാണ് അർത്ഥം. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരുടേതായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുമുണ്ട്. സോ ദ ബെസ്റ്റ് വേ ടു റെസ്പോണ്ട് റീജിയണൽ ആസ്പിറേഷൻ ഈസ് ഡെമോക്രാറ്റിക് നെഗോഷിയേഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാദേശികവാദങ്ങളോട് ഗവൺമെന്റ് പ്രതികരിക്കേണ്ടത് എപ്പോഴും നല്ല രീതിയിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചകളിലൂടെ ആയിരിക്കണം എന്നാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് അങ്ങനെയാണ്. സോ ദ ഇമ്പോർട്ടൻസ് ഓഫ് പവർ ഷെയറിങ്, ഈ നമ്മുടെ പവർ, അധികാരം പരസ്പരം കൈമാറുന്നതിലും വലിയൊരു ഇമ്പോർട്ടൻസ് ഇങ്ങനെയുള്ള പ്രാദേശികവാദം കൺട്രോൾ ചെയ്യുന്നതിൽ ഉണ്ട്. മാത്രമല്ല ദ റീജിയണൽ ഇംബാലൻസ് ഇൻ എക്കണോമിക് ഡെവലപ്മെന്റ് ക്രിയേറ്റ് എ ഫീലിംഗ് ഓഫ് റീജിയണൽ ഡിസ്ക്രിമിനേഷൻ. അതായത് നമ്മൾ സാമ്പത്തികപരമായിട്ട് രാജ്യത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ പ്രദേശങ്ങൾക്കും ഒരേപോലെ സാമ്പത്തികമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലേ? അങ്ങനെ ഉണ്ടാവാതിരിക്കുമ്പോഴാണ് അവിടെ ഒരു ഒറ്റപ്പെടുത്തൽ ഇല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഫീലിംഗ് വരികയും അവർ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് മുന്നോട്ട് വരികയും ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മാത്രമല്ല the federal system adopted by India is flexibly arrangement to deal the regional aspiration. അപ്പം നമ്മുടെ രാജ്യം ഫെഡറലിസം, നമുക്കറിയാം ഫെഡറലിസം എന്ന് പറഞ്ഞാൽ ഒരേ ഗവൺമെന്റിൽ തന്നെ 2 ടൈപ്പ് ഗവൺമെന്റ് ഉണ്ടാവുന്നതാണ്, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു സെൻട്രൽ ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഗവൺമെന്റ് ഉള്ളത് കൊണ്ടും അങ്ങനെ ഒരു അപ്രോച്ച് നടത്തുന്നതുകൊണ്ടും നമുക്ക് ഈ
റീജിയണലായിട്ടുള്ള ആസ്പിറേഷൻ, ഇങ്ങനെ പ്രാദേശികവാദങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കിതുവഴി മനസ്സിലായി. ഓക്കെ, ഇത്രയാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.